ഡാർക്ക് ചോക്ലേറ്റ്സിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഫ്ലേവിനോയിഡ്സ്. ഈ ഫ്ലേവിനോയിഡുകൾ നമ്മുടെ രക്തധമനിയുടെ പാളികളായിട്ടുള്ള എൻഡോത്തീലിയത്തെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ളവയാണ്. അതുവഴി ഇതിന് ശരീരത്തിൽ സ്വാഭാവികമായിട്ടുള്ള നൈട്രിക് ഓക്സൈഡിൻ്റെ ഉൽപ്പാദനത്തെ കൂട്ടിക്കൊണ്ടുവരാനും സഹായിക്കും. ഈ നൈട്രിക് ഓക്സൈഡ് രക്തധമനികളെ റിലാക്സ് ചെയ്ത് കൊണ്ടുവരാനും നമ്മുടെ രക്തക്കുഴലുകളെ ഒന്ന് വികസിപ്പിക്കുകയും അതുവഴി രക്തസമ്മർദ്ദമെല്ലാം കുറച്ചു കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു കെമിക്കലാണ്. സോ രക്തസമ്മർദ്ദമുള്ളവർക്ക് ഫലപ്രദമായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു മധുരമാണ് ഡാർക്ക് ചോക്ലേറ്റ്സ്. ഇന്ന് ഡാർക്ക് ചോക്ലേറ്റുകളുടെ മാർക്കറ്റിൽ ഇറങ്ങുന്ന വേരിയൻറ്റുകളിൽ എല്ലാം തന്നെ ഒരുവിധമെല്ലാം തന്നെ ഷുഗർ കണ്ടന്റ് ഉള്ളവയാണ്. അതുപോലെ തന്നെ പലതരം ഫ്ലേവറുകൾ ചേർന്നവയാണ്. ഇതിന് കാരണം ഡാർക്ക് ചോക്ലേറ്റ്സ് ശുദ്ധമായ രൂപത്തിൽ വളരെ ഉയർന്ന അളവിൽ കൊക്കോ ചേർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ചെറിയ കയ്പാണ്. ഈ കയ്പിനോടൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് മധുരം ചേർത്ത് ഇത്തരം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഡാർക്ക് ചോക്ലേറ്റ്സിന്റെ മഹത്വം കേട്ടറിഞ്ഞ് ഇത് വാങ്ങി ഉപയോഗിക്കുന്ന പ്രമേഹ രോഗികൾക്ക് പറ്റുന്ന ഒരു വലിയ അബദ്ധം ഇതാണ്. പലപ്പോഴും ഷുഗർ കണ്ടന്റ് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് തങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിക്കുമ്പോൾ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വല്ലാതെ ഉയരുകയും അത് കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യാറാണ് പതിവ്. ഇതുകൊണ്ടൊക്കെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ്സ് ഷുഗർ ഫ്രീ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുക. ഇനി അത് വിശ്വാസമില്ലെങ്കിൽ ഏറ്റവും നല്ല വഴി വീട്ടിൽ തന്നെ ഡാർക്ക് ചോക്ലേറ്റ്സ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനുള്ള ഒരു റെസിപ്പി കൂടി ഞാൻ ഈ വീഡിയോയുടെ അവസാനം ചേർക്കുന്നുണ്ട്. ഇനി ഡാർക്ക് ചോക്ലേറ്റ്സ് എപ്പോൾ കഴിക്കാം എന്ന് നോക്കാം. കഴിക്കേണ്ട സമയത്തെപ്പറ്റി പറയാം. ഉച്ചയ്ക്ക് ആഹാരത്തിന് മുമ്പ് ഒരല്പം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിന് കാരണം ഉച്ചയ്ക്ക് ധാരാളം ആഹാരം കഴിക്കുന്ന ഒരു സ്വഭാവമുള്ളവരാണ് നമ്മൾ മലയാളികൾ. പണ്ടുകാലം മുതലേ നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ പൈതൃകത്തിൻ്റെയും എല്ലാം ഒരു സ്വഭാവമാണ് ഉച്ചയ്ക്ക് മൃഷ്ടാനമുള്ള സദ്യ. അതുപോലെ സദ്യ കഴിഞ്ഞ് സുഖകരമായിട്ടുള്ള ഒരു ഉറക്കമുണ്ട്. പക്ഷെ പണ്ടത്തെ കാലം പോലെയല്ല ഇന്ന്. പണ്ടത്തെ പോലെ ശരീരം അനങ്ങി അധ്വാനിക്കുന്ന ജോലികൾ ഇന്ന് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഉച്ചയൂണ് കനത്തിൽ പിടിപ്പിക്കുന്നത് കാലക്രമേണ വയറിറങ്ങി വരുന്നതിനും മറ്റും കാരണമാകും. ഉച്ചയ്ക്ക് ഒരല്പം ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിക്കുന്നത് ഈ അമിതമായിട്ട് നമുക്ക് വിശപ്പുണ്ടാകുന്നത് ഒന്ന് ശമിക്കാനും ആവശ്യത്തിന് മാത്രം അരിയാഹാരം ഊണ് കഴിക്കാനും നമ്മളെ സഹായിക്കും. സോ ഉച്ചയ്ക്ക് ഒരു നിയന്ത്രണവും ഇല്ലാതെ ഫുഡ് അടിച്ച് കയറ്റുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരല്പം ഡാർക്ക് ചോക്ലേറ്റ്സ് ആഹാരത്തിന് മുമ്പ് കഴിക്കുന്ന കാര്യം കൂടി പരിഗണിക്കുക. അതുപോലെ ഉച്ച കഴിഞ്ഞ് ക്ലാസ്സും മറ്റും ഉള്ളവരാണ് നിങ്ങളെങ്കിൽ അമിതമായിട്ട് ഉച്ചയാണ് കഴിക്കുന്നത് ക്ഷീണവും ഉറക്കവും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നത് ക്ലാസ്സിലിരുന്ന് ഉറങ്ങേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നത് കുറച്ച് വിഷമം നിങ്ങൾക്കുണ്ടാക്കുന്നുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആഹാരം കഴിച്ചിട്ട് ഉച്ചയൂണ് കഴിഞ്ഞിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിക്കാം. ഈ കോളേജിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ ഉച്ച കഴിഞ്ഞ് ഒരല്പം മയക്കം വരുന്നത് നമുക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. പക്ഷേ ഇതേ അവസ്ഥയല്ല ഒരു മത്സര പരീക്ഷയ്ക്ക്. ഇപ്പോൾ എൻട്രൻസിൻ്റെ കോച്ചിങ് ആയിക്കോട്ടെ, മറ്റ് പലതരം കോച്ചിങ്ങുകളുണ്ടല്ലോ, PSC കോച്ചിങ്, സിവിൽ സർവീസിൻ്റെ കോച്ചിങ്, അതുപോലെ ഏതെങ്കിലും ഒരു കോച്ചിങ്ങിന് പോയിരിക്കുമ്പോൾ ഇത്തരത്തിൽ ഉറക്കം വരുന്നത് നമുക്ക് വളരെ മനപ്രയാസം ഉണ്ടാക്കാറുണ്ട്. ഇത്തരം അവസ്ഥകളിലെല്ലാം ഊണിന് ശേഷം ഒരല്പം ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിന് ഒരു ഉന്മേഷം ലഭിക്കുന്നതിനും ശരീരം ഒന്ന് ഫ്രഷ് ആയതായിട്ട് ഫീൽ ചെയ്യുവാനും സഹായിക്കും. അതുപോലെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡാർക്ക് ചോക്ലേറ്റ്സ് മിതമായിട്ടുള്ള അളവിൽ കഴിക്കുന്നത് ശരീരഭാരം കുറച്ചു കൊണ്ടുവരാൻ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് പിന്നിലെ സയൻസ് എന്താണെന്ന് തന്നെ പറഞ്ഞുതരാം. ഈ ഡാർക്ക് ചോക്ലേറ്റ്സിൽ ധാരാളമായിട്ട് മോണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഈ മോണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് നമ്മുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും കലോറി വേഗത്തിൽ എരിച്ചു കളയുന്നത് സഹായിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഭക്ഷണത്തിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണത്തിന് മുമ്പ് ഒരല്പം ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിക്കുന്നത് നമ്മുടെ വിശപ്പ് ഒന്ന് നിയന്ത്രണത്തിലാക്കാനും അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് തടയുവാനും സഹായിക്കും. ഇതുവഴി സ്വാഭാവികമായിട്ടും ശരീരത്തിൻ്റെ ഭാരം കുറച്ചു കൊണ്ടുവരാൻ തന്നെയാണ് സഹായിക്കുന്നത്. ചെറിയ അളവിൽ വേണ്ട അളവിൽ മാത്രം ആഹാരം കഴിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നത് വഴി നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരം നിയന്ത്രിച്ചു കൊണ്ടുവരാൻ ഈ ഡാർക്ക് ചോക്ലേറ്റ് നിങ്ങളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇനി പ്രമേഹമുള്ളവർക്ക് ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിക്കാമോ? പല ഡയബറ്റീസ് ബാധിതരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. തീർച്ചയായിട്ടും ഡയബറ്റീസ് ബാധിച്ചവർക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഡാർക്ക് ചോക്ലേറ്റ്സ്. ഡാർക്ക് ചോക്ലേറ്റിലെ ഫ്ലേവിനോയിഡുകൾക്ക് ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കാൻ കഴിയും. ഇൻസുലിൻ്റെ പ്രതിരോധം കൂടി വരുന്നതിനനുസരിച്ച് നമ്മുടെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവും കൂടി വരും. സോ ഇൻസുലിൻ്റെ പ്രതിരോധം കുറയ്ക്കുന്നത് വഴി പ്രമേഹം വഷളാകുന്നത് ചെറുക്കാനും ഡാർക്ക് ചോക്ലേറ്റ്സ് സഹായിക്കുന്നു. പക്ഷേ പ്രമേഹ ബാധിതരാണ് നിങ്ങളെങ്കിൽ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഞാൻ ഇനി പറയുന്നത് പോലെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അതും ഈ പറയുന്ന ഉച്ച നേരങ്ങളിൽ ആഹാരത്തിന് മുമ്പും ആഹാരത്തിന് ശേഷമായിട്ടും കഴിക്കുന്നതാണ് വളരെ അഭികാമ്യം. കാരണം മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ്സ് ഇനി എത്ര സേഫ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കൊക്കോയുടെ ടേസ്റ്റ് വളരെ കയ്പാണ്. ഈ കയ്പിനോടൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെറിയ അളവിലെങ്കിലും മധുരം
പകരം ചേർക്കുന്നവയാണ് ഇവ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. സോ ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡാർക്ക് ചോക്ലേറ്റിൽ നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ഈ കയ്പൊന്ന് കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ഈ ശർക്കര കഴിക്കുന്നത് വഴിയും രക്തത്തിലെ ഷുഗറിന്റെ അളവ് കൂടും. ഇപ്പോൾ പല ഡയബറ്റീസ് ബാധിതരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ചായയിലും മറ്റ് പലഹാരങ്ങളിലും മധുരത്തിന് വേണ്ടി പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിച്ചോട്ടെ എന്ന്. യഥാർത്ഥത്തിൽ ഈ ശർക്കരയ്ക്കും പഞ്ചസാരയ്ക്കും ഉള്ളതുപോലെ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്. അതായത് നമ്മൾ പഞ്ചസാര കഴിച്ചാൽ എങ്ങനെയാണോ ബ്ലഡ് ഷുഗർ കൂടുന്നത്, അതിൽ നിന്നും ഒരല്പം കുറവ് മാത്രമാണ് ശർക്കര കഴിച്ചാൽ രക്തത്തിൽ ബ്ലഡ് ഷുഗറിന്റെ അളവ് കൂടുന്നത്. സോ പഞ്ചസാര ഡയബറ്റീസ് ബാധിതരെ സംബന്ധിച്ചിടത്തോളം രണ്ടും വില്ലന്മാര് തന്നെയാണ്. പക്ഷെ ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പലഹാരങ്ങളിലും മറ്റും മധുരം ചേർക്കാൻ മികച്ച ഒരു സ്രോതസ്സാണ് ശർക്കര. അതിന് കാരണം ശർക്കര ഒരു അൺറിഫൈൻഡ് പ്രോഡക്റ്റ് ആണ്. ഷുഗർ ഒരു റിഫൈൻഡ് പ്രോഡക്റ്റ് ആണ്. ഈ അൺറിഫൈൻഡും റിഫൈൻഡും തമ്മിലുള്ള വ്യത്യാസമെല്ലാം തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ കുറച്ചും കൂടെ വിശദീകരിക്കാം. പ്രധാനമായിട്ടും ശർക്കര vs ഷുഗർ ഇവ തമ്മിൽ ഒരു പോരാട്ടം നടന്നാൽ ആര് ജയിക്കും എന്നുള്ള ഒരു വീഡിയോ തന്നെ ചെയ്യാൻ ഉദ്ദേശമുണ്ട്. സോ അതിനെപ്പറ്റി ശർക്കരയും പഞ്ചസാരയും ഇവയുടെ രണ്ടിന്റെ ആരോഗ്യകരമായിട്ടുള്ള ഗുണങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ വൈകാതെ തന്നെ ചാനലിൽ പുറത്തു വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വീണ്ടും കടന്നു വരാം. നമ്മൾ ഇവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് ശർക്കരയാണ്. അതുകൊണ്ട് ഡോക്ടർ ഡാർക്ക് ചോക്ലേറ്റ് ശർക്കര കൊണ്ട് ഉണ്ടാക്കി കഴിച്ചു, അതുകൊണ്ട് നമ്മൾ ഡയബറ്റീസ് ബാധിതരാണെങ്കിലും ശർക്കര ധാരാളമായിട്ട് കഴിക്കാം എന്നൊന്നും പറഞ്ഞ് ശർക്കര അധികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ശീലത്തിലേക്ക് നിങ്ങൾ കടന്നു വരരുത്. ശർക്കരയും മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കുക. പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയാം, റിഫൈൻഡ് ആയിട്ടുള്ള പഞ്ചസാര ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും എന്തുകൊണ്ടും ആരോഗ്യകരമാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ശർക്കര ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ മിതമായ അളവിൽ മാത്രമേ ഈ ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കുക. ഏറ്റവും നല്ല സമയം ഉച്ചയ്ക്ക് ആഹാരത്തിന് മുമ്പ് അല്ലെങ്കിൽ ആഹാരത്തിന് ശേഷം ചെറിയ അളവിൽ കഴിക്കുന്നത് തന്നെയാണ്. ഡാർക്ക് ചോക്ലേറ്റുകൾ പതിവായി കഴിക്കുന്നത് തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒരു ശീലമാണ്. മാനസിക സമ്മർദ്ദം, വിഷാദം തുടങ്ങിയവയെ ചെറുക്കാൻ ഈ ഡാർക്ക് ചോക്ലേറ്റിന് കഴിവുണ്ട്. ഇതിന് പിന്നിലെ കാരണം വിശദമാക്കാം. ഈ വിഷാദവും മാനസിക സമ്മർദ്ദവും എല്ലാം ദീർഘകാലമായി നേരിടുന്നവർക്ക് തങ്ങളുടെ തലച്ചോറിൽ സെറോട്ടോണിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ഇങ്ങനെ സെറോട്ടോണിൻ ഒത്തിരി കുറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് സുഖം കിട്ടുന്ന, പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്ന കുട്ടി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഈ കുട്ടി കാര്യങ്ങളെന്ന് പറയുമ്പോൾ അത് ആഹാരങ്ങൾ കഴിക്കുന്നതാകാം, മധുരപലഹാരങ്ങൾ കഴിക്കുന്നതാകാം, സ്മോക്കിംഗ് ആകാം, മദ്യപാനമാകാം, ഐസ്ക്രീം ആകാം. അങ്ങനെ പല തരത്തിൽ തലച്ചോറിന് ശരീരത്തിന് റിവാർഡ് കിട്ടുന്ന കാര്യങ്ങൾ, ശരീരത്തിന് സുഖം കിട്ടുന്ന കാര്യങ്ങൾ ഇത്തരക്കാർ കണ്ടെത്താറുണ്ട്. ഈ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് വഴിയും നമ്മുടെ ശരീരത്തിന് ഒരു ചെറിയ റിവാർഡ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് വളരെ ഡൗൺ ആയിട്ട് നിങ്ങൾ ഇരിക്കുകയാണ്, ഒരു ഡാർക്ക് ചോക്ലേറ്റ് വായിലെടുത്തിട്ട് അതങ്ങനെ അലിച്ചിറക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ഈ സുഖം വഴി നമ്മുടെ ശരീരത്തിന് ഒരു റിവാർഡ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്തരത്തിൽ ഡാർക്ക് ചോക്ലേറ്റ് വഴി നമ്മുടെ ശരീരത്തിന് ഒരു സുഖം കൊടുക്കുന്നത് നമുക്ക് എന്തായാലും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കൂല എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ലഭിക്കാനും സഹായിക്കും. ഇനി ചോക്ലേറ്റ് കൊതിയന്മാരായിട്ടുള്ള കുട്ടികളുടെ കേസിലും അവരുടെ ഈ ചോക്ലേറ്റ് അമിതമായി കഴിക്കുന്ന ശീലം ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ്സ് വീട്ടിൽ തന്നെ നിർമ്മിച്ചു കൊടുക്കാം. വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ്സ് അവർക്ക് ദിവസം കുറേശ്ശെ നൽകുന്നത് ഈവൻ അവരുടെ ഓർമ്മശക്തിയെ വരെ മെച്ചപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ ഡാർക്ക് ചോക്ലേറ്റിലെ ബയോ ആക്റ്റീവ് ആയിട്ടുള്ള സംയുക്തങ്ങൾ നമ്മുടെ ചർമ്മത്തിന് വളരെ മികച്ചവയാണ്. നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റുള്ള ഫ്ലേവനോയിഡുകൾക്ക് സൂര്യാഘാതത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനും ചർമ്മത്തിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്താനും ചർമ്മത്തിൻ്റെ സെൻസിറ്റിവിറ്റിയും ജലാംശവും വർദ്ധിപ്പിക്കാനും കഴിയുന്നതായി പഠന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാണ്. ഇതിനെപ്പറ്റി ഒരല്പം കൂടി വിശദീകരിക്കാം. നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ്സ് ഉപയോഗിക്കുന്നവരിൽ സൂര്യാഘാതം ഉണ്ടാകാനുള്ള സാധ്യത എങ്ങനെ കുറയുന്നു എന്ന് നോക്കാം. MED എന്നൊരു കണക്കുണ്ട്. MVD അല്ല, MED, മിനിമൽ എർത്തിമ ഡോസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഈ മിനിമൽ എർത്തിമ ഡോസ് എന്ന് പറയുന്നത് ഒരു മിനിമൽ എമൗണ്ട് ആണ്. എത്ര മിനിമം അൾട്രാവയലറ്റ് റേസ് നമ്മുടെ തൊലിപ്പുറത്ത് വീണാലാണ് നമ്മുടെ തൊലിപ്പുറത്ത് പൊള്ളലുണ്ടാകുന്നത് എന്നതിന് സൂചിപ്പിക്കുന്ന ഒരു കണക്കാണ് MED. ഓരോ വ്യക്തിയുടെ MED വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് ചിലർക്ക് വെയിലത്തോട്ടിറങ്ങിയ പൊള്ളുന്നതും ചിലർക്ക് വെയിലത്തോട്ടിറങ്ങിയ പൊള്ളാത്തതും. ചിലരെ കണ്ടാൽ പറയൂലേ അവരുടെ തൊലിയൊക്കെ വളരെ സെൻസിറ്റീവാണ്, വെയിലത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ അപ്പോഴേ പൊള്ളി കയറുമെന്ന് പറയും. ചിലർക്കാണെന്നുണ്ടെങ്കിൽ എത്ര വെയിലുണ്ടായാലും ഒരു പ്രശ്നവും കാണത്തില്ല. അയാൾക്ക് അത്രയും കൂടുതൽ അൾട്രാവയലറ്റ് വികിരണങ്ങൾ വന്ന് ശരീരത്തിൽ വീണാൽ മാത്രമായിരിക്കും പൊള്ളി വരുന്നത്. സോ അത് വലിയ പ്രശ്നമല്ല. അയാൾക്ക് ഏത് നട്ടുച്ചയ്ക്ക് വേണോ കുടയില്ലാതെ ഇറങ്ങി നടക്കാൻ സാധിക്കും. പക്ഷേ MEDയുടെ വാല്യൂ കുറവാണെങ്കിൽ അയാൾക്ക് ചെറിയ വെയിലേറ്റാൽ പോലും പ്രശ്നമായിട്ട്, ഈ വെയിലത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലർക്ക് വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുള്ളവർക്ക് പെട്ടെന്ന് ചുവന്ന് തടിച്ചൊക്കെ വരാറുണ്ട്. സോ ഇവർക്കൊക്കെ MEDയുടെ വാല്യൂ വളരെ കുറവാണ്. ഈ MEDയുടെ വാല്യൂ
കൂട്ടുന്നതിനായിട്ട് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ്സ് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് വെയിലത്ത് കുടയില്ലാതെ കൈയും വീശി നടക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ MED വാല്യൂ ഒന്ന് കൂട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനായിട്ട് നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ്സ് സ്ഥിരമായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്താം. സത്യം പറഞ്ഞാൽ പുറം രാജ്യങ്ങളിൽ ഈ ബീച്ചിലൊക്കെ അവധി കാലം സ്പെൻഡ് ചെയ്യാൻ പോകുന്നവർ, ഒരുപാടത്ത് വെയിലത്തൊക്കെ കിടന്ന് ടാനൊക്കെ ചെയ്യുന്നവർ ഇത്തരത്തിൽ ഡാർക്ക് ചോക്ലേറ്റ്സ് ധാരാളമായി ഉപയോഗിക്കാറുണ്ട്. കടുത്ത വെയിലേൽക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട്, നിങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നവരാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ്സ് മറക്കാതെ ഡയറ്റിൽ ഉൾപ്പെടുത്തണേ. നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റിന്റെ ക്വാളിറ്റിയെ പറ്റി സംസാരിക്കുമ്പോൾ എപ്പോഴും എടുത്തു പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കൊക്കോയുടെ അളവ്. ഈ കൊക്കോയുടെ അളവ് കൂടിയ ഡാർക്ക് ചോക്ലേറ്റ്സ് ആണ് എന്തുകൊണ്ടും കൂടുതൽ എഫക്റ്റീവ്. എന്നും ഒരു സ്റ്റാൻഡേർഡ് കണക്ക് പറഞ്ഞാൽ 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ്സ് വാങ്ങുമ്പോൾ അതിനകത്ത് ഉദ്ദേശം 70 മുതൽ 85% വരെ കൊക്കോ ഉണ്ടാകേണ്ടതാണ്. ഇത് നിങ്ങൾ അതിന്റെ റാപ്പർ നോക്കി ഉറപ്പുവരുത്തണം. 70%-ത്തിലും കുറവാണ് കൊക്കോ എങ്കിൽ നിങ്ങൾ ആ ഡാർക്ക് ചോക്ലേറ്റ്സ് മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ ഒരു 100 ഗ്രാമിന്റെ കണക്ക് പറഞ്ഞല്ലോ, അതൊരിക്കലും ഒരു ദിവസം ഒരുമിച്ച് കഴിക്കേണ്ട കണക്കല്ല. മറ്റേതൊരു കാര്യവും കഴിക്കുന്നത് പോലെ മിതമായിട്ടുള്ള അളവിൽ മാത്രം ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിക്കുന്നതാണ് നല്ലത്. ഇനി ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് എങ്ങനെ നിസ്സാരമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കാര്യം കൂടെ നോക്കി നമുക്ക് വീഡിയോയുടെ ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പഞ്ചസാര ചേർക്കാതെ എങ്ങനെ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ പഞ്ചസാര ചേർക്കാതെ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊക്കോയുടെ കയ്പെന്ന് കുറയ്ക്കാൻ നമുക്ക് കുറച്ച് ശർക്കര ഉപയോഗിക്കാം. ഇതിനു വേണ്ടി നെയ്യ് ഒരു 4 ടേബിൾ സ്പൂൺ എടുക്കുക. പൊടിച്ച ശർക്കര ഒരു 1/2 കപ്പ് എടുക്കണം. അതുപോലെ ഉപ്പ് ഒരു നുള്ളു മതിയാകും. കൊക്കോ പൊടി ഒരു 20 ഗ്രാം എടുക്കണം. വാനില എസൻസ് ഒരു 1/4 ടീസ്പൂണും എടുക്കണം. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് അടുക്കളയിലോട്ട് കടന്നു ചെന്നിട്ട് നോക്കാം. ആദ്യം നെയ്യ് ഉരുക്കിയെടുക്കണം. ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉരുക്കിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച ശർക്കര ചേർത്ത് നന്നായിട്ട് അലിയുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കാം. ഇതെല്ലാം ഒന്ന് അലിഞ്ഞ് സെറ്റായിട്ട് വരുമ്പോഴേക്കാണ് കൊക്കോ പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. കൊക്കോ പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായി യോജിപ്പിച്ച് കൊണ്ടുവരിക. ഇതൊരു ഒഴുകുന്ന പരുവം, ആ പരുവമാണേ, ഒഴുകുന്ന പരുവമാകുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരിക്കലും അടിയിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല. ഇനി തീ ഓഫ് ചെയ്ത് വാങ്ങി വെക്കുക. ചൂട് അല്പം ഒന്ന് വിട്ടതിന് ശേഷം ഇഷ്ടമുള്ള മോൾഡിലേക്ക് നിങ്ങൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇഷ്ടമുള്ള ആകൃതിയിലേക്ക് നിങ്ങൾക്കിത് ഫ്രീസ് ചെയ്തെടുക്കാം. ഇത് നന്നായി ചൂടാറിയ ശേഷം 2-3 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് എടുത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പ്രകാരമാണ് നിങ്ങൾ ഹോം മെയ്ഡ് ഡാർക്ക് ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്നത്. സോ ഇത് നിങ്ങൾ ചെറിയ അളവിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള അഡൾട്രൻസും, ഇത് കേടാകാതിരിക്കാനായിട്ട് നിങ്ങൾ യാതൊരു തരത്തിലുള്ള കെമിക്കലും ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല. നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഉപയോഗിച്ച് തീർക്കുന്നതിനെയാണ് നല്ലത്. സോ ചെറിയ അളവിൽ മാത്രം തയ്യാറാക്കി എടുക്കുക. ഇത്തരം ചോക്ലേറ്റുകൾക്ക്, ഇത്തരം ഡാർക്ക് ചോക്ലേറ്റുകൾക്ക് സ്വതവേ ഒരു ചെറിയ കയ്പ് രസമാണ്. പലരും കയ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ കഴിക്കാൻ മടിക്കുമല്ലേ. ഈ വീഡിയോ പൂർണ്ണമായി കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാകും ഈ ഡാർക്ക് ചോക്ലേറ്റ്സിൻ്റെ ആരോഗ്യകരമായിട്ടുള്ള ഗുണങ്ങളെ പറ്റി. സോ ഇനി നിങ്ങൾ പറ, നിങ്ങൾക്ക് ഒരല്പം കയ്പുള്ള ഈ ഡാർക്ക് ചോക്ലേറ്റ് ആണോ വേണ്ടത്, അതോ ആ തേനൂർന്ന കണ്ട ഫ്ലേവറുകളെല്ലാം ചേർത്ത എത്ര കാലം വേണോ ഇരിക്കുന്ന മറ്റ് സാധാ ചോക്ലേറ്റ് ആണോ വേണ്ടതെന്ന്? മറ്റേതൊരു വീഡിയോയും പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ ഒരു സുഹൃത്തിനും, ചോക്ലേറ്റ് കൊതിയനായിട്ടുള്ള ഒരു സുഹൃത്തിനും ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. മറ്റൊരു നാളിൽ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും